അമേഠി ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ.എൽ. ശർമ്മ. മണ്ഡലം ഒരു മാറ്റം ആഗ്രഹിക്കുന്നതായും കെ.എൽ. ശർമ്മ ജനം ടിവിയോട് പ്രതികരിച്ചു. രാഹുൽ അമേഠി ഒഴിവാക്കിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ശർമ്മ പ്രതികരിച്ചുമില്ല. അമേഠിയിൽ മത്സരിക്കാനാണ് സ്മൃതി ഇറാനി രാഹുലിനെ വെല്ലുവിളിച്ചത്. പക്ഷേ പരാജയ ഭയം മൂലം രാഹുൽ റായ്ബറേലിയിലേക്ക് കടന്നുകളഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സോണിയാഗാന്ധിയുടെ പഴയ മാനേജർ കെ.എൽ. ശർമ്മയ്ക്ക് നറുക്ക് വീണത്. ഈ തവണ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് കെ.എൽ. ശർമ്മയുടെ പ്രതികരണം. The thing is that people are ready for the change because we are spent 40 years in this area. We see in the eyes of the people they are make their mind for the change. കഴിഞ്ഞ തവണ 55,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സ്മൃതി ഇറാനി രാഹുലിനെ വീഴ്ത്തിയത്. ഈ തവണ നെഹ്റു പരിവാറിന്റെ മറ്റൊരു തട്ടകമായ റായ്ബറേലി കൂടി പിടിച്ചെടുക്കുമെന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. ഈ മാസം 20-നാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ്. കെ.എൽ. ശർമ്മയാണ് മത്സരിക്കുന്നതെങ്കിലും പ്രിയങ്ക വാദ്രയ്ക്കാണ് അമേഠി മണ്ഡലത്തിന്റെ ചുമതല. പ്രചരണ രംഗത്ത് പ്രിയങ്ക വാദ്ര സജീവമാണ്. എന്തായാലും സ്മൃതി ഇറാനിയും പ്രിയങ്ക വാദ്രയും തമ്മിലുള്ള മത്സരമാണ് അമേഠിയിൽ ഇക്കുറി നടക്കുന്നത്. അമേഠിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.